ഇടുക്കി നെടുങ്കണ്ടം ഇരട്ട കൊലപാതകത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സജി അമ്മ മേരിക്കുട്ടിയെയും സഹോദരൻ റെജിയെയും അതിക്രൂരമായാണ് കൊലപ്പെടുത്തിയതെന്ന് പോലീസ്. അമ്മയെ മുഖത്തടിച്ച് വീഴ്ത്തിയ ശേഷം ഭിത്തിയിൽ ഇടിപ്പിച്ചാണ് കൊലപ്പെടുത്തിയത്. റെജിയെ കഴുത്തിൽ തോർത്തു മുറുക്കിയും കൊലപ്പെടുത്തി. തുടർന്ന് 3 ദിവസത്തിനു ശേഷമാണ് മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയതെന്നും സജി മൊഴി നൽകി. വിവരങ്ങളുമായി ആന്റണി ജോർജ് ആണ് ചേരുന്നത്. ആന്റണി, ഇപ്പോൾ നിർണായകമായ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിക്രൂരമായി തന്നെയാണ് സജി ഇരുവരെയും കൊലപ്പെടുത്തിയതെന്നാണ് വിവരങ്ങൾ വരുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. അതിക്രൂരമായ കൊലപാതകമാണ് സജി നടത്തിയത് എന്നുള്ളതാണ്. അമ്മ മേരിക്കുട്ടി, അതുപോലെ തന്നെ മൂത്ത സഹോദരൻ റെജി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇരുവരെയും വളരെ ക്രൂരമായി മർദ്ദിച്ചും ശ്വാസം മുട്ടിച്ചുമാണ് കൊലപ്പെടുത്തിയത്. മേരിക്കുട്ടിയെ മുഖത്ത് തുടർച്ചയായി ഇടിച്ച ശേഷം ഈ ഭിത്തിയിലേക്ക് എടുത്ത് എറിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെയാണ് മേരിക്കുട്ടി മരിച്ചത്. റെജിയെ ക്രൂരമായി മർദ്ദിച്ചു. അതിനുശേഷം തോർത്തുകൊണ്ട് കഴുത്തിൽ കുരുക്കിട്ട് ശ്വാസം മുട്ടിച്ചു. അതിനുശേഷം നിലത്തിട്ട് കഴുത്തിൽ ചവിട്ടിയും ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് ഈ സജി നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത്. ഈ അന്നത്തെ ദിവസം മദ്യലഹരിയിലായിരുന്നു സജി. ഇതുമായി ബന്ധപ്പെട്ട് സഹോദരൻ റെജിയുമായി ഒരു കലഹം ഉണ്ടായി. ഇരുവരും തമ്മിലുള്ള കലഹമാണ് ഈ കൊലപാതകത്തിലേക്ക് അന്ന് നയിച്ചത് എന്നുള്ളതാണ്. കുറെ നാളുകളായി ഇരുവരും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നലെ സജി നൽകിയ മൊഴി പ്രകാരം റെജിയോട് വലിയ പക ഈ സജിക്ക് ഉണ്ടായിരുന്നു. അതായത് ഈ റെജി ഈ സജിയുടെ പിതൃത്വത്തെയൊക്കെ ചൊല്ലി നിരന്തരമായി കളിയാക്കുന്ന സാഹചര്യം ഉണ്ടായി. സ്വത്തുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. വിവാഹം കഴിക്കാൻ ഈ സജിയെ റെജിയും മാതാവും സമ്മതിച്ചിരുന്നില്ല. അങ്ങനെ വിവിധ കാര്യങ്ങളിൽ ഈ റെജിയോടും മാതാവിനോടും സജിക്ക് വലിയ ഒരു പക ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഇങ്ങനെ മനസ്സിൽ കിടക്കുമ്പോഴാണ് അന്ന് ഈ ഏപ്രിൽ 4-ാം തീയതിയാണ് ഈ സംഭവം, ഈ കൊലപാതകം നടക്കുന്നത്. അന്ന് രാത്രി ഇത്തരത്തിൽ ഈ റെജിയുമായി ഈ ഒരു കലഹമുണ്ടാകുന്നു. അത് ഈ കൊലപാതകത്തിലേക്ക് നയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ഏപ്രിൽ 4-ന് ഈ അമ്മ മേരിക്കുട്ടിയെയും അതുപോലെ തന്നെ സഹോദരനായ റെജിയെയും കൊലപ്പെടുത്തിയ ശേഷം ഈ മൃതദേഹങ്ങൾ 3 ദിവസമാണ് ഈ സജി വീട്ടിൽ സൂക്ഷിച്ചത്. അത് വീടിൻ്റെ പുറകിലുള്ള വിറക് പുരയിലാണ് ഈ മൃതദേഹങ്ങൾ ഈ പച്ച നെറ്റ് കൊണ്ട് പൊതിഞ്ഞ ശേഷം സൂക്ഷിച്ചത്. 3 ദിവസത്തിന് ശേഷമാണ് ആ വീടിന് സമീപത്തുള്ള പണ്ട് ചാണക കുഴിയായി ഉപയോഗിച്ചിരുന്ന, പണ്ട് ഒരു പശുവിനെയൊക്കെ വളർത്തിയിരുന്നപ്പോൾ ഈ ചാണകം നിക്ഷേപിക്കാനായി ഉപയോഗിച്ചിരുന്ന ആ കുഴി, അത് മൂടിക്കളഞ്ഞ കുഴിയാണ്. അവിടെ വീണ്ടും കുഴിയെടുത്ത ശേഷം ഈ മൃതദേഹങ്ങൾ, റെജിയുടെയും മേരിക്കുട്ടിയുടെയും മൃതദേഹങ്ങൾ ഈ സജി അടക്കം ചെയ്തത്. അതിനുശേഷം അവിടെ ഒരു നായയെ കൊണ്ടുവന്ന് കെട്ടുന്ന സാഹചര്യവും കൂടി ഉണ്ടായിരുന്നു. പിന്നീടാണ് ഈ സഹോദരി പരാതി നൽകുന്നതും അതിനെ തുടർന്ന് പോലീസ് അന്വേഷിക്കുന്നതും ഈ 2 മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നത്. ഏതായാലും അതിക്രൂരമായ കൊലപാതകമാണ് നടന്നത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഏതായാലും ഈ സജിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കോടതിയിൽ ഹാജരാക്കിയ ശേഷം ഇന്ന് റിമാൻഡ് ചെയ്താലും കസ്റ്റഡിയിൽ വാങ്ങാനാണ് ഇപ്പോൾ പോലീസിന്റെ തീരുമാനം. തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ആ ഘട്ടത്തിലായിരിക്കും നടക്കുക. മറ്റൊന്നുള്ള ഈ സജിയുടെ പിതാവ് മാത്യുവിനെ 2018 മുതൽ കാണാനില്ല എന്നുള്ളതാണ്. ഈ അമ്മയും സഹോദരനും കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ മാത്യുവിൻ്റെ ഈ തിരോധാനത്തിലും സഹോദരി ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിലും അന്വേഷണം വേണമെന്ന ആവശ്യം സഹോദരി അടക്കമുള്ള ബന്ധുക്കൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ സജിയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം വിശദമായി ചോദ്യം ചെയ്ത ശേഷം ഈ കാര്യത്തിൽ വിശദമായി ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ പോലീസിന്റെ തീരുമാനം. ഈ ഘട്ടത്തിൽ മാത്യുവിൻ്റെ കാര്യങ്ങൾ ചോദിച്ചിട്ടില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഘട്ടത്തിൽ ഈ മേരിക്കുട്ടിയെയും റെജിയെയും എന്തിനു കൊന്നു, എങ്ങനെ കൊന്നു എന്നുള്ള കാര്യങ്ങളിലാണ് പോലീസ് വിശദമായൊരു അന്വേഷണം അല്ലെങ്കിൽ വിശദമായൊരു ചോദ്യം ചെയ്യൽ നടത്തിയത്. അതിൽ പറഞ്ഞിരിക്കുന്നതാണ്, ശ്വാസം മുട്ടിച്ച് റെജിയെ കൊന്നു, അമ്മ മേരിക്കുട്ടിയെ മുഖത്ത് തുടർച്ചയായി അടിച്ച ശേഷം ഭിത്തിയിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തി എന്നുള്ളതാണ് മൊഴി എന്ന് പറയുന്നത്. ഏതായാലും മൃതദേഹങ്ങൾ 3 ദിവസം വീട്ടിൽ സൂക്ഷിച്ച ശേഷം 3-ാമത്തെ ദിവസമാണ് കുഴിയെടുത്ത് മൂടിയത് എന്നുള്ള കൂടി മൊഴി ഈ സജി നൽകുന്നു. ഏതായാലും സജി ഒളിവിലായിരുന്നു. ഇന്നലെയാണ് സജി വീടിന് സമീപത്തുള്ള പറമ്പിൽ ഒളിച്ചിരുന്ന സജിയെ നാട്ടുകാരും പോലീസും ചേർന്ന് പിടികൂടുന്നതും പിന്നീട് പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു. ഏതായാലും ഇനി മാത്യുവിൻ്റെ കാര്യത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിലാണ് അറിയേണ്ട ഒരു കാര്യം. ഏതായാലും കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം അക്കാര്യത്തിലും വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസിൻ്റെ തീരുമാനം.
ശരി, വ്യക്തമാണ്. ഇടുക്കി നെടുങ്കണ്ടം ഇരട്ട കൊലപാതകത്തിലാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. സജി അമ്മ മേരിക്കുട്ടിയെയും സഹോദരൻ റെജിയെയും അതിക്രൂരമായി കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് അറിയിക്കുന്നത്. അമ്മയെ മുഖത്തടിച്ച് വീഴ്ത്തിയ ശേഷം ഭിത്തിയിൽ ഇടിപ്പിച്ചാണ് സജി കൊലപ്പെടുത്തിയിട്ടുള്ളത്. റെജിയെ കഴുത്തിൽ തോർത്തു മുറുക്കിയും കൊലപ്പെടുത്തിയിരിക്കുന്നു. തുടർന്ന് 3 ദിവസത്തിന് ശേഷമാണ് മൃതദേഹങ്ങളൊക്കെ കുഴിച്ചു മൂടിയെന്ന് തുടങ്ങി സജി മൊഴി നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ആന്റണി ജോർജാണ്.